ഇന്ന് ഓസ്ട്രേലിയക്ക് സംഭവിച്ചത് നാളെ ഇന്ത്യക്കൊപ്പവും സംഭവിച്ചേക്കാം. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. കാരണം റീജിയണിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ചൈനീസ് അഗ്രഷൻ തന്നെ. നമുക്ക് കാണാം, ചൈനീസ് ടെൻഷൻസ് എക്സ്പ്ലോഡ് ആഫ്റ്റർ വാർപ്ലെയിൻ ഫയർ ഫ്ലെയേഴ്സ്. ലോകമെമ്പാടും ഈ വാർത്ത ഇന്ന് വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ചൈനയുടെ വളരെ അഗ്രസീവായ ഈ നീക്കത്തിനെതിരെ ഓസ്ട്രേലിയ തങ്ങളുടെ കടുത്ത പ്രതിഷേധം തന്നെ അറിയിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഓസ്ട്രേലിയൻ നേവിയുടെ ഒരു ഹെലികോപ്റ്ററിനെ യെല്ലോ സീക്ക് മേലെ വെച്ച് ചൈന ഓൾമോസ്റ്റ് തരിപ്പണമാക്കിയേനെ. ചൈനയുടെ ഈ അൺസേഫ് ഏരിയൽ കോൺഫ്രന്റേഷനെതിരെ ഓസ്ട്രേലിയൻ ജനത അങ്ങേയറ്റം രോഷാകുലരാണ്. ചൈനയുടെ അംബാസിഡർ ടു ഓസ്ട്രേലിയയെ വരെ കാൻബറയിൽ നിന്നും ചവിട്ടി പുറത്താക്കണമെന്ന് ഇവർ ആക്രോശിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് കാൻബറ. ഇവർ ഇത്രയധികം രോഷാകുലരാകുന്നതിന്റെ കാരണം ചൈനയുടെ ഈ പ്രവൃത്തി യാതൊരു പ്രകോപനവും കൂടാതെയാണ് എന്നറിയുമ്പോഴാണ്. ഓസ്ട്രേലിയ ചൈനയ്ക്കെതിരായി ഒന്നും ചെയ്യുകയായിരുന്നില്ല. എന്നിട്ടും ഓസ്ട്രേലിയയെ, ഒരു ക്വാഡ് കൺട്രിയെ, പ്രകോപനമൊന്നും കൂടാതെ അപ്രതീക്ഷിത ആക്രമണം നടത്തുന്നത് വരെ എത്തി നിൽക്കുകയാണ് ഈ റീജിയനിലെ ചൈനീസ് അഗ്രഷൻ. സംഭവിച്ചത് എന്തെന്നാൽ നമുക്ക് കാണാം, നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നും വളരെ ദൂരമുണ്ട് ചൈനയിലേക്ക്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോമൺ സീ ബോർഡറോ ലാൻഡ് ബോർഡറോ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. എന്നിട്ടും ഈ ഓസ്ട്രേലിയൻ ഹെലികോപ്റ്റർ എങ്ങനെ ചൈനയ്ക്കരികിലുള്ള യെല്ലോ സീയിൽ എത്തിയെന്ന് നാം ചിന്തിക്കുന്നുണ്ടാവും. അതിനു മുമ്പായി ഈ കാണുന്ന ടേബിളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ലോകത്തിൽ ഏറ്റവും അധികം സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയാണിത്. ഓഫ് കോഴ്സ് യുക്രൈൻ അധിനിവേശത്തിന് ശേഷം ഒന്നാം സ്ഥാനത്ത് റഷ്യ തന്നെയാണ്. താഴേക്ക് നോക്കുമ്പോൾ 4ാം സ്ഥാനത്ത് നമുക്ക് കാണാം നോർത്ത് കൊറിയയെ. നോർത്ത് കൊറിയയ്ക്ക് മേൽ യുണൈറ്റഡ് നേഷൻസ് ഏർപ്പെടുത്തിയിട്ടുള്ള എണ്ണമറ്റ സാങ്ഷൻസ് കൂടാതെ USA, UK, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങി നിരവധി രാജ്യങ്ങൾ തങ്ങളുടെ ഇൻഡിവിജ്വൽ സാങ്ഷൻസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനം ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാനാണ്. കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നതിനെതിരെയുള്ള ഉപരോധം. നോർത്ത് കൊറിയയ്ക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് പല സാധനങ്ങളും ഇമ്പോർട്ട് ചെയ്യുവാനോ എക്സ്പോർട്ട് ചെയ്യുവാനോ സാധിക്കില്ല. കാര്യമൊക്കെ ശരി, ഉപരോധമൊക്കെ ഏർപ്പെടുത്തി. എന്നാൽ ഇത് കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നുണ്ടോ? നോർത്ത് കൊറിയ മറ്റു രാജ്യങ്ങളുമായി വാണിജ്യ വ്യാപാര ബന്ധത്തിലൊന്നും ഏർപ്പെടുന്നില്ല എന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? ഇവിടെയാണ് ഓസ്ട്രേലിയയുടെ റോൾ. നോർത്ത് കൊറിയയിലേക്ക് വരുന്നതും പോകുന്നതുമായ എല്ലാ ഷിപ്മെന്റ്സുകളെയും നിരീക്ഷിക്കുവാനായി ഓസ്ട്രേലിയൻ നേവിയുടെ നിരവധി ഹെലികോപ്റ്ററുകൾ സൗത്ത് കൊറിയയിൽ ഡിപ്ലോയിഡ് ആണ്. നോർത്ത് കൊറിയ സാങ്ഷൻസ് മറികടന്ന് ഒന്നും ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓസ്ട്രേലിയയുടെ ഉത്തരവാദിത്തമാണ്. ഓസ്ട്രേലിയ വളരെ സൂക്ഷ്മമായി തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഫാക്ട് ഒരു നോർത്ത് കൊറിയൻ കാർഗോ ഷിപ്പിനെ ഇവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൊടുന്നനെ അപ്രതീക്ഷിതമായി ഇവരുടെ മുന്നിലേക്ക് ചൈനയുടെ J-10 ചെങ്തോ എയർക്രാഫ്റ്റ് പ്രത്യക്ഷപ്പെടുകയും നിരവധി ഫ്ലയേഴ്സ് ഇവരുടെ നേരെ തൊടുത്തുവിടുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ഈ ആക്രമണത്തിൽ ഓസ്ട്രേലിയൻ ഹെലികോപ്റ്റർ ഓൾമോസ്റ്റ് ക്രാഷ് ആയനെ. തലനാരിഴയ്ക്കാണ് ഇവർ അവിടുന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയാം. എന്നാൽ എന്താണ് ഈ ഫ്ലയേഴ്സ് വിടുക എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് കാണാം, ഈ വീഡിയോയിൽ ചൈനയുടെ ഒരു ഫൈറ്റർ ജെറ്റ് എയർക്രാഫ്റ്റ് ആണിത്. ഇൻഫാക്ട് ഈ വീഡിയോ 1 വർഷം മുന്നേ ഉള്ളതാണ്. മുമ്പ് USA-ക്കെതിരെയും ചൈനീസ് ഫൈറ്റർ ജെറ്റ് ഇതേ ടാക്ടിക്സ് ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്ന ചൈനീസ് എയർക്രാഫ്റ്റിന് തൊട്ടു പിന്നിൽ USA-യുടെ ഫൈറ്റർ ജെറ്റ് ഉണ്ട്. ദാ ഫ്ലയേഴ്സ് വിടുന്നു. ദാ അമേരിക്കൻ ഫൈറ്റർ ജെറ്റ് ഈസിയായി ഡോഡ്ജ് ചെയ്ത് ഒഴിവായതിനാൽ ഇവിടെ ആർക്കും ഒന്നും പറ്റിയില്ല. എന്നാൽ ഈ ഫ്ലയേഴ്സിൽ നിന്നും രക്ഷപ്പെടുവാൻ മാത്രം ഫൈറ്റർ ജെറ്റിനെ പോലെ ഒരു ഹെലികോപ്റ്റർ അത്ര ക്യുക്ക് ആയിരിക്കില്ല. നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഹെലികോപ്റ്ററിന് മുന്നിലേക്ക് ഇത്തരത്തിൽ വൻതോതിൽ ഫ്ലയേഴ്സ് വിടുന്നത്. പൈലറ്റിന്റെ വിഷൻ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആകുകയും അൾട്ടിമേറ്റ്ലി ഹെലികോപ്റ്റർ ക്രാഷ് ആവുകയും ചെയ്തേക്കാം. എന്നാൽ ഈ ഫ്ലയേഴ്സിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണ്? ഫൈറ്റർ ജെറ്റുകൾ എന്തിനാണ് ഇത് ഇങ്ങനെ പുറന്തള്ളുന്നത് എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ശത്രു രാജ്യത്തിലൂടെ കടന്നു പോവുകയാണ്. എനിമീസ് ഈ എയർക്രാഫ്റ്റിനെ തകർക്കുവാനായി ഹീറ്റ് സീക്കിംഗ് മിസൈലുകൾ തൊടുത്തുവിടുന്നു. ഹീറ്റ് സീക്കിംഗ് മിസൈലുകളുടെ പ്രത്യേകത, ഇവ ടാർഗറ്റ് തങ്ങളുടെ ഗതി, ഡയറക്ഷൻ എല്ലാം മാറ്റിയാലും അതിനെ പിന്തുടർന്ന് നശിപ്പിക്കുവാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രവർത്തന തത്വം. എന്നാൽ ഈ മിസൈലുകൾ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് എയർക്രാഫ്റ്റ് എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന ഹീറ്റിനെയാണ്. അതുകൊണ്ടാണ് ഹീറ്റ് സീക്കിംഗ് മിസൈലുകൾ എന്ന് പറയുന്നതും. ഇത്തരത്തിൽ വരുന്ന മിസൈലുകളെ കൺഫ്യൂസ് ചെയ്യിക്കുവാൻ വേണ്ടിയാണ് എയർക്രാഫ്റ്റുകൾ ഫ്ലയേഴ്സിനെ പുറന്തള്ളുന്നത്. എയർക്രാഫ്റ്റ് ഫ്ലയേഴ്സിനെ റിലീസ് ചെയ്യുന്നതോടെ ഹീറ്റ് സീക്കിംഗ് മിസൈൽസിന് ഒന്നിന് പകരം പല ടാർഗറ്റുകളെ കാണാൻ സാധിക്കും. കാരണം ഈ ഫ്ലയേഴ്സിലും ഹീറ്റാണ് അടങ്ങിയിരിക്കുന്നത്. അവസാനം ആശയക്കുഴപ്പത്തിലായ മിസൈലുകൾ ഫ്ലയേഴ്സിനെ ഹിറ്റ് ചെയ്യുകയും എയർക്രാഫ്റ്റ് അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്യും. വേണമെങ്കിൽ ഇതിനെ ഫൈറ്റർ ജെറ്റ്സിന്റെ ഒരു ആന്റി മിസൈൽ ഡിഫൻസ് മെക്കാനിസം എന്നും പറയാം. എന്നാൽ ചൈന ഓൾ ടുഗദർ ഇതിനെ പല വ്യത്യസ്ത രീതികളിലുമാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭാരതവും 2021 വരെ ഇന്ത്യൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്സിന് ആവശ്യമുള്ള ഫ്ലയേഴ്സിനായി വിദേശ രാജ്യങ്ങളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. എന്നാൽ 2021 മുതൽ DRDO ചാഫ് ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതോടെ ഓസ്ട്രേലിയൻസ് എന്തുകൊണ്ടാണ് ചൈനയ്ക്കെതിരെ ഇത്ര രോഷാകുലരാകുന്നതെന്ന് മനസ്സിലായി കാണും. ഓസ്ട്രേലിയ നോർത്ത് കൊറിയ ലക്ഷ്യം വെച്ച് നടത്തിയ പെട്രോളിംഗ് ഓപ്പറേഷൻസിനിടെ ചൈന പൊടുന്നനെ അവിടേക്ക് എത്തി പറയുകയാണ്, LOC ഞങ്ങളുടേതാണ്, ഇതിനുമേൽ പറക്കണമെന്നല്ല, എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങളുടെ അനുവാദം കൂടാതെ അത് സാധ്യമല്ല എന്ന്. ഇന്റർനാഷണൽ വാട്ടറിൽ വെച്ച് ഒരു വിദേശ രാജ്യത്തിന്റെ ഹെലികോപ്റ്ററിനെ ഓൾമോസ്റ്റ് ക്രാഷ് ചെയ്യിക്കാൻ ശ്രമിച്ച ശേഷം ചൈനയുടെ ഭാവം ഇതായിരുന്നു, വി ഡോണ്ട് കെയർ. അതെ, ചൈന ഡസ് നോട്ട് കെയർ. ഏറ്റവും അടുത്ത് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പല കണക്കുകളും എസ്റ്റിമേറ്റുകളും സൂചിപ്പിക്കുന്നത് ചൈനയുടെ ഡിഫൻസ് ബഡ്ജറ്റ് ഇവർ കാണിക്കുന്നത് യാഥാർത്ഥ്യമല്ല. യഥാർത്ഥത്തിൽ അത് 710 ബില്യൺ വരെ എത്തി നിൽക്കുകയാണ്. വേൾഡ് സൂപ്പർ പവറായ USA-യുടെ ബഡ്ജറ്റ് $900 ബില്യൺ ആണ്. ഇതിനോട് ഏകദേശം അടുത്തു വരുന്ന ചൈന ഇനി പതിയെ ലോകത്തിന് മുന്നിൽ തങ്ങളുടെ ശക്തി പ്രദർശനം നടത്താൻ തുടങ്ങും.
ഇത് ഈസ്റ്റ് വെസ്റ്റ് ചൈന സീയിലും യെല്ലോ സീയിലും മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. പതിയെ പതിയെ ചൈന ഇന്ത്യൻ ഓഷനിലേക്കും തങ്ങളുടെ ഇൻഫ്ലുവൻസ് വ്യാപിപ്പിക്കുവാൻ തുടങ്ങും. ഇതോടെ ഇന്ന് ഓസ്ട്രേലിയക്ക് സംഭവിച്ചത് നാളെ ഇന്ത്യക്കൊപ്പവും സംഭവിച്ചേക്കാം. അതിനാൽ വരും ദിവസങ്ങളിൽ ചൈനയുടെ പുതിയ നീക്കങ്ങൾ എന്തായിരിക്കും? ഇതേപറ്റിയുള്ള പുതിയ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. ഇത്തരത്തിലുള്ള ജിയോപൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണുന്നതുവരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.